WhatsApp സ്റ്റാറ്റസ് നിർത്താൻ പോവാണ്. വൺസ് അഗൈൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് AjayTechTips. ഞാൻ അജയ്, നിങ്ങളേവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന വാട്സപ്പിൻ്റെ 5 അപ്ഡേറ്റ് ആയിട്ടാണ്. ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് നിർത്താൻ പോവാണ്. അതെന്താണെന്ന് ഈ വീഡിയോയുടെ അവസാനം വരെ കാണാം. അപ്പോൾ അവസാനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇങ്ങനത്തെ ടെക് അപ്ഡേറ്റ്സും വാട്സപ്പിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പം വാട്സപ്പിൽ വന്നിരിക്കുന്ന 5 അപ്ഡേറ്റ്സ്, വന്നിരിക്കുന്നതും വരാൻ പോകുന്നതുമായിട്ടുള്ള 5 അപ്ഡേറ്റ്സ്. അതിൽ ഫസ്റ്റ് അപ്ഡേറ്റ് ആണ് വാട്സപ്പിൽ നമുക്ക് സ്റ്റാറ്റസ് ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു സംശയം ഉണ്ടല്ലേ, എന്താണെന്ന് പറഞ്ഞുതരാം വഴി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയാന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പിലെ സ്റ്റാറ്റസ് ഇനി ഫേസ്ബുക്കിലേക്കും കൂടെ ഷെയർ ചെയ്യാനുള്ള, ഫേസ്ബുക്കിലുള്ള നമ്മുടെ ഓഡിയൻസിന്, ഇപ്പോൾ വാട്സപ്പിലുള്ള നമ്മുടെ ഫ്രണ്ട്സിന് പുറമെ നമ്മുടെ ഫേസ്ബുക്കിലുള്ള ഫ്രണ്ട്സിനും നമ്മുടെ ലിങ്ക്ഡ് ആയിട്ടുള്ള ഫേസ്ബുക്ക് അക്കൗണ്ടിലുള്ള എല്ലാവർക്കും കാണാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഈ സൈഡിൽ ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ആ സെറ്റിങ്സിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് വാട്സപ്പിലത്തെ സ്റ്റാറ്റസ് നമുക്ക് എന്ത് ചെയ്യാം, ഫേസ്ബുക്കിലേക്ക് പുഷ് ചെയ്യാനുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷനാണ്, ഇപ്പം ഞാൻ ഇതിൽ പറഞ്ഞുള്ള ഒരു കാര്യം കൂടിയുണ്ട്. എന്താണ്, സെറ്റിങ്സിൽ പോയിട്ട് സെർച്ച് ചെയ്യാൻ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് സെറ്റിംഗ്. അതാണ് നെക്സ്റ്റ് ഓപ്ഷൻ. എന്തായത്, നിങ്ങൾക്ക് ഇനി സെറ്റിങ്സിലും കൂടെ സെർച്ച് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതൊക്കെ വാട്സപ്പ് ബീറ്റ ടെസ്റ്റേഴ്സിനാണ് കിട്ടുക. അത് കഴിഞ്ഞ് വഴിയെ നിങ്ങൾ സ്റ്റേബിൾ യൂസേഴ്സിനും വരും. അപ്പം നിങ്ങൾക്ക് ചിലവർക്ക് കിട്ടിയിട്ടുണ്ടാവും, ബീറ്റയിൽ തന്നെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. എനിക്ക് ഒരു ഫോണിൽ കിട്ടിയത് തന്നെ വേറെ ഫോണിൽ കിട്ടാറില്ല. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പം ഇത് മനസ്സിലായില്ല, നിങ്ങൾ വാട്സപ്പിൽ നമുക്ക് എന്ത് സെറ്റിങ്സും സെർച്ച് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ആ ഒരു ഓപ്ഷൻ ഇതിൽ വന്നിട്ടുണ്ട്, വാട്സപ്പ് സെറ്റിങ്സിൽ വന്നിട്ടുണ്ട്. ഇത് പോയിന്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഈ പേപ്പറിലേക്ക് ഞാൻ നോക്കുന്നത്, അല്ലാണ്ട് വേറെ എവിടേക്കല്ല നോക്കുന്നത്. അത് പലരും ചോദിക്കുന്നതാണ്. ഇനി മൂന്നാമത്തേതാണ് വാട്സപ്പ് ടെലിഗ്രാമിനെ കോപ്പി അടിച്ചിട്ട് ചാനലും കൂടെ തുടങ്ങുകയാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് പോലത്തെ ചാനലല്ല, ടെലിഗ്രാമത്തെ ചാനൽസ് ഉണ്ടല്ലോ, നമുക്ക് കൂടുതൽ ഓഡിയൻസിനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഗുഡ് മോർണിംഗ് ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കൊരു ഗ്രൂപ്പിൻ്റെ ഒരു വേറെ ഗ്രൂപ്പ് അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ ഒരു വേറൊരു മെത്തേഡായിട്ടാണ് വാട്സപ്പിൻ്റെ ചാനൽ വരുന്നത്. ഇനി അടുത്തത് 4ാമത്തെ പോയിന്റ് ആണ്. അതായത് അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്കറിയാം, നമുക്ക് വാട്സപ്പിൽ പലപ്പോഴും ഗ്രൂപ്പുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. കുറച്ച് ആ കാര്യം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഗ്രൂപ്പ് എക്സ്പയർ ആയിട്ട് പിന്നെ യൂസ് ചെയ്യാറുണ്ടാവില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ടൂർ പോകണ ഒരു 6 പേര് പോകാൻ വെച്ചാൽ അവർ എടുത്ത ഫോട്ടോസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് എല്ലാവരും കൂടെ എന്ത് ചെയ്യും, ആ ഇതിലേക്ക് ഫോട്ടോസ് ഇടും. നമ്മൾ ഫോട്ടോസൊക്കെ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ സേവ് ചെയ്യുക, ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തതിനൊക്കെ ശേഷം നമ്മൾ പിന്നെ ആ ഗ്രൂപ്പ് യൂസ് ചെയ്യാറ് തന്നെയില്ല. ഇനി നമുക്ക് ആ പ്രശ്നം നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ മറന്നു പോകുകയും ചെയ്യും. എത്രയോ ഗ്രൂപ്പുകൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫോണിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എത്ര ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഇനി അങ്ങനെയല്ല, വാട്സപ്പിലെ ഗ്രൂപ്പിൽ നമുക്ക് എക്സ്പയറി ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ എക്സ്പയറി കൊടുക്കാൻ പറ്റി. ഇപ്പോൾ ടൂറിപ്പോൾ പോയി 3 ദിവസം ടൂർ പോയി വന്നിട്ട് ഒരു 10 ദിവസം മാക്സിമം നമുക്കത് മതിയെങ്കിൽ ആ 10 ദിവസത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പ് സെറ്റ് ചെയ്യാം. അതേപോലെ സ്കൂളിലൊക്കെ എക്സാമിന് പ്രിപ്പറേഷനൊക്കെ ആണെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് പിന്നെ ആ ഗ്രൂപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതെന്ത് ചെയ്യുക, ആ ഗ്രൂപ്പ് എക്സ്പയറി ഓപ്ഷൻ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇനി വാട്സപ്പിൽ തരാൻ പോവാണ്. ഇനി അടുത്തതാണ് നമ്മൾ ഫൈനലി പറയാൻ പോണ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ്. നിങ്ങളുടെ തമിഴിലെ കണക്ക് പോലെ ഇല്ലാണ്ടാവാൻ പോവാണ്. അത് നിങ്ങൾക്ക് പറയുമ്പോൾ എന്നെ തെറി വിളിക്കരുത്, അതിലെ പേര് മാറാണ്. അതായത് അപ്ഡേറ്റ് എന്നാവാൻ പോവാണ്. സ്റ്റാറ്റസ് ഇനി ഉണ്ടാവില്ല, അതൊരു അപ്ഡേറ്റിലൂടെ അത് അപ്ഡേറ്റ് എന്ന് മാറാൻ പോവാണ്. നിങ്ങൾക്കറിയാം, മേലെയുള്ള നാവിഗേഷൻ താഴേക്ക് വന്നു, അതിൽ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അത് മാറിയിട്ട് അപ്ഡേറ്റ് എന്നായി മാറും ഈ കൊല്ലം അവസാനത്തിനുള്ളിൽ. അതാണ് നിങ്ങൾ തമിഴിൽ കണ്ടത്. ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ടെക് അപ്ഡേറ്റ്സിന് നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. പിന്നെ പുറമെ നിങ്ങൾക്കിതിൽ ഏത് അപ്ഡേറ്റാണ് ഇഷ്ടമായതെന്നും ഏത് അപ്ഡേറ്റ് ഇഷ്ടമായില്ല എന്നും ജസ്റ്റ് ഇത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ വരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.